കൂട്ടുകാരെ നമസ്കാരം. ഫ്ലോറിംഗ് ടിപ്സ് ചാനലിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്റ്റെപ്പിൻ്റെ ടൈൽ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു വിഷയമായിട്ടാണ്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ എടുത്ത ഒരു വീടിൻ്റെ സ്റ്റെപ്പ് അത്യാവശ്യം നന്നായിട്ട് ഹൈക്ക് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത ആഴ്ചയിൽ കുറ്റൂസൈന്, അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ്. മുന്നൊരു ലേഡി വീട്ടുകാർ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തിരുന്നല്ലോ, പക്ഷെ എന്നാലും അതിൻ്റെ ചെറിയ കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള ലാറ്റിഗ്രേറ്റിൻ്റെ ക്ലെൻസ TC എന്ന് പറഞ്ഞൊരു ടൈൽ ക്ലീനറാണ്. ആ ടൈൽ ക്ലീനറായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം ബ്രഷ് ചെയ്ത് നല്ല സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചെളികളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി വെള്ളം എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബ്രഷിനൊന്ന് സ്ക്രബ് ചെയ്ത് അതിന് ശേഷം കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് കൊണ്ട് തുടച്ചെടുക്കാൻ ചെയ്ത് കേട്ടോ. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചെളികൾ എല്ലാ ഏരിയയിലുണ്ട്. കാരണം വീട്ടിൻ്റെ ചുറ്റുപുറം സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വലിയൊരു റിസ്ക്കാണ്. മാർബിളായാലും അതുപോലെ തന്നെ ടൈലായാലും ഈ സ്റ്റെപ്പൊന്നും കറക്റ്റ് പ്രൊട്ടക്ഷൻ ഷീറ്റൊന്നും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വിഷയം തന്നെയാണ്. ഇത് ചവിട്ടിക്കറി ഫുള്ള് എരപ്പാവുകയും ചെയ്യുന്നത്. കാരണം ഇത് ഒരു മാറ്റ് ടൈലാണ്. മാറ്റ് ടൈലാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ക്രബ് ചെയ്താലൊക്കെ വലിയ പാടാണ് ഈ ചെളി ഇളകിപ്പോരാൻ. അപ്പോൾ ഈ ടൈൽ ക്ലീനർ ഉണ്ടായതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടി, നല്ല നീറ്റായിട്ട് തന്നെ പോരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലീനിങ്ങിന് ടൈം എടുക്കണം. അപ്പോൾ ഈ കുടിയിരിക്കലിൻ്റെ ഒക്കെ ഏകദേശം ഡേറ്റ് ഫിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളോട് പെട്ടെന്ന് വന്ന് ക്ലീൻ ചെയ്ത് വർക്ക് തീർത്ത് തരണം എന്നൊക്കെ പറയാം. അപ്പോൾ അത് പോയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയിൻ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു വർക്കർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ് അത് പറ്റില്ല, ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം പോയിൻ്റ് ചെയ്താൽ മതി. ഞാനൊന്ന് കാണിച്ചു കൊടുത്തത്. എന്തായാലും നല്ലൊരു മെറ്റീരിയലാണ് ഈ ടൈൽ ക്ലീനർ ലാറ്റിഗ്രേറ്റിൻ്റെ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ചെളിയുണ്ട്. എന്തായാലും ഇത്ര മെറ്റീരിയലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം കണ്ടില്ലേ, നന്നായിട്ട് ചെളിയാണ്. അപ്പോൾ എന്തായാലും അത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി ചെയ്തതാണ്. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.